കോമ്രേഡ് ന്യൂസിലേക്ക് സ്വാഗതം. അവേക്കൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ. വാക്സിനേഷൻ നിർബന്ധിതമാക്കാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിടുക, ആയുഷ് പ്രതിരോധം അംഗീകരിക്കുക, പൗരന്മാരുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ധർണ. Here with us is Tenakotil. He is a member of Awaken India movement. He is having some words about this protest which is going on in front of the secretariat, and then to his words. Today is 18th September, which is a worldwide rally for freedom and justice. It's a rally which is happening across the world in 45 plus countries, 160 locations around the world. And today we are here as Awaken India movement, the Kerala chapter, in solidarity with this struggle for freedom and justice, especially relating to the undemocratic restrictions around the COVID pandemic, and in particular the coerced vaccination, the forceful or the compulsory nature behind the vaccination, and the lack of transparency, data transparency behind the findings, scientific findings, as well as another demand we have is to for the government to recognize the alternative medicines, especially those which have been approved by the central government Ayush Ministry, and which has also been ratified by the Supreme Court of India. So these are our demands. It's a peaceful demonstration in front of Government Secretariat today. Joining us from across Kerala are various prominent figures from the legal sphere, the medical sphere, as well as cultural and celebrities also joining us. So we hope you find this message relevant and urgent and important. പലവിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രധാനമായും അവർ ഉയർത്തിപ്പിടിക്കുന്നത് വാക്സിനേഷൻ്റെ പേരിലുള്ള പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ തുടങ്ങി ജനങ്ങളെ പല തട്ടുകളിലേക്ക് വിഭാഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത, അതിനെതിരെയാണ് ഇന്നത്തെ പ്രധാനമായുള്ള സമരം നടക്കുന്നത്. തികച്ചും നാളിതുവരെ കണ്ടിട്ടുള്ളതുപോലുള്ള ഒരു സമരമല്ല, തികച്ചും സമാധാനപരവും നിയമാനുസൃതവുമായിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ സ്വഭാവമാണ് ഈ സമരത്തിനുള്ളത്. നമ്മുടെ വാക്സിനേഷൻ പോലുള്ള ഈ പ്രോഗ്രാമുകളിലൂടെ ജനങ്ങളെ രണ്ടാക്കി തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങൾക്കെതിരാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്നതുപോലെ മനുഷ്യനും ഈ ഭൂമിയിൽ സ്വതന്ത്രമായി തന്നെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആയതിനാൽ മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ തന്നെ ചികിത്സകൾ സ്വീകരിക്കാം. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇഷ്ടമുള്ള ചികിത്സ സ്വീകരിക്കുവാനുള്ള ഒരു അവകാശം, സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളത്. ആയതിനാൽ ഈ ലോകവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഭാരതത്തിൽ നിന്ന് അനേകം സന്നദ്ധ പ്രവർത്തകർ, വിവിധ മേഖലകളിലുള്ള സന്നദ്ധ പ്രവർത്തകർ അടങ്ങുന്ന ഒരു ബഹുജന മുന്നേറ്റ പ്രസ്ഥാനമായിട്ടുള്ള അവേക്കൻ ഇന്ത്യ മൂവ്മെന്റ് ഭാരതത്തിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ആയതിൻ്റെ കേരള ഘടകമായിട്ടുള്ള അവേക്കൻ ഇന്ത്യ മൂവ്മെന്റ് കേരള ചാപ്റ്ററാണ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ച് നിയമാനുസൃതവും വളരെ സമാധാനപരവുമായി നടക്കുന്ന ഈ പ്രതിഷേധത്തിലേക്ക് ദയവ് ചെയ്ത് എല്ലാ മലയാളികളുടെയും എല്ലാ ഭാരതീയരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെയധികം ഗൗരവമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം നമ്മൾ വളരെ തുടങ്ങാൻ വൈകി എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സംസാരിക്കുന്നില്ല. Since it's an epidemic, and then it's true that what you're saying is that some non-democratic steps are being taken for curbing or controlling the people, but
in such an epidemic, what else the government should be able to do? It is true that Ayush and other parallel medicine should be given due importance, but why should or why are you saying that vaccination should be self-motivated and not pushed upon? See, vaccination is voluntary by law. It is, see, what treatment I should put into my body is something which is my voluntary choice as per the Constitution of India. You see, so that is the basic fundamental right which we want to reaffirm. So, see, if the safety of the people is what is topmost in the mind of the governments, then whatever intervention we are putting forward should be the best of our medical intelligence and transparent with professional and transparent collaboration and discussion among the medical professionals. Unfortunately, a huge part of the medical establishment today is not free to discuss this. Even a post-mortem of a COVID deceased person is not allowed by law in this country. It is in a democratic country, which I feel is extremely bizarre, given that we are supposed to face all this together as a community. So our demand is that there should be transparency, there should be the best medical policies applied on this, and not something which is controlled by external forces, controlled by people who claim to have the backing of science but absolutely have no studies to prove it, From my limited understanding, what I come to know is that you're saying that a holistic approach, like if you want to go for Ayurveda, you can go for Ayurveda, if it's homeo, or if it's a combination of both, you should go for that. That's what you're saying. And then we're not against vaccination, but it should be voluntary. It should never be forced, because right now not only forced, it is also discriminatory. People are being discriminated against and victimized because they exercise their constitutional right to choose the treatment they want. Because we have lot of Awaken India movement, and including the Kerala chapter, has received numerous complaints from students, from ordinary people who can't go to work because they are not vaccinated. They chose not to, because it is up to them. They can choose more safer means, because for instance, the safety of the vaccination is a very controversial topic, where there are CSIR, it's a Delhi-based institute which did a study which showed that vaccinations have not been successful in India to stop the spread of the pandemic. So, if I have to take a medication which is supposed to give me protection, it should be a proven medication. There's no such science behind that. So I have to be free to choose the medication which is safe and effective. And Ayush has a lot of beautiful and demonstrable and effective, scientifically, effective, demonstrable alternatives where this has happened, where this is both safe and effective. So that is what we are promoting. So science is never monorailed. There's always multiple solutions to a problem. So we are not against vaccination, but it should be voluntary. And it should not be coerced in any, and there shouldn't be any discrimination, because currently, like I said, people are being discriminated against. People's salaries are being held because vaccination, they're not vaccinated. There are children who can't go to colleges because they choose not to vaccinate. It's bizarre. It's really bizarre. So that is not a democratic way of handling this pandemic. This is what we have to say. And I have one more question, and that will be the last one. I don't know whether this will come under the purview of your protest, but this TPR, test positivity rate, which is used to demarcate areas which are supposed to be COVID, COVID concentrated or not, and what do you have an opinion about the scientific or unscientific? Yeah, right. And then thank you, sir, for joining us, for giving us a brief introduction of your protest in front of the Secretariat. Thank you.